ഓക്കെ ഓക്കെ. ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു വരുമാനമൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയോ? അപ്പോൾ ബ്രാൻഡ് കൊളാബറേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? കാരണം ഇൻസ്റ്റാഗ്രാം ഒരു റവന്യൂ ജനറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ റവന്യൂ വരുന്നൊരു ഇതല്ലല്ലോ, മോണിറ്റൈസേഷൻ ഉള്ള ഒരു മീഡിയ അല്ലല്ലോ. അപ്പൊ അതിനെ വിശ്വസിച്ചിട്ട് എങ്ങനെയാണല്ലോ നിൽക്കുക? ഇതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല, പെയ്ഡ് കൊളാബറേഷൻ വന്നിട്ടില്ല. പക്ഷെ കുറെ വന്നിട്ടുണ്ട്. ഈ മറ്റേ ഈ റമ്മി, ഈ ഓൺലൈൻ്റെ ഇപ്പൊ കുറെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതെനിക്ക് കുറെ വന്നിട്ടുണ്ട്. ഞാൻ എന്തുവായിരുന്നു ബെറ്റിംഗ് ആപ്സ്, എന്തോ രാജ ഗെയിംസോ അങ്ങനെ എന്തോ കുറെ വന്നിട്ടുണ്ട്. രാജ ഗെയിംസ് അങ്ങനെ എന്തോ കുറെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. ഞാനത് സ്റ്റോറി ഇടാൻ വേണ്ടി നിൽക്കുകയാണ്, ഇങ്ങനെയുള്ളവർ പ്ലീസ് ദയവ് ചെയ്ത് മാറിയിരിക്കുക, കാരണം എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. കാരണം അത് നല്ല പരിപാടിയല്ല. കാരണം നമ്മള് മിഡിൽ ക്ലാസ്സുകാർക്ക് ഒരു ഇതുണ്ട്, പെട്ടെന്ന് എല്ലാവരും അല്ല, പക്ഷെ ചിലവർ കയറി അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരല് പണിയാണ്. അപ്പൊ പിന്നെ ഞാൻ കാരണം വേണ്ട, അവര് മൈൻഡിൽ നിൽക്കുക. അവര് പക്ഷെ നല്ല രീതിയിൽ ഓഫർ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ഓഫർ ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ അത് ശരിയാവത്തില്ല. ഈ കോണ്ടന്റ് കണ്ടിട്ടേ ഈ ഒറിജിനൽ ആയിട്ടുള്ള റാപ്പേഴ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ആ പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്രിയേറ്റേഴ്സ് അല്ലേ, അവര് ഇൻബോക്സിൽ വന്ന് സംസാരിക്കുക, അവരായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയോ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഇപ്പൊ തമിഴുണ്ട്, സർഗോളുണ്ട്, പിന്നെ അങ്ങനെ അവര് വന്ന് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് എങ്ങനെ സാധ്യമായിട്ടുണ്ടോ? ഒരു മറ്റേ നമ്മുടെ നാങ്കുടിക്കപ്പോറ എന്ന് പറയുന്ന ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ പേര് എപ്പോഴും എനിക്ക് പെട്ടെന്ന് മറന്നു പോകും. ഒരു റാട്ടി ആദിത്യനോ അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പം പുള്ളിക്കാരൻ എന്നോട് വന്നിട്ട് ഇത് എനിക്ക് നന്നായിട്ട് പാടിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എന്നിട്ട് പുള്ളിയുടെ വേറൊരു പാട്ട് തരാം, വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നോടൊന്ന് പറയാവോ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, പുള്ളിയായിട്ടുള്ള കോൺവെർസേഷൻ അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറയുമ്പം നമ്മുടെ ഈ ലാസ്റ്റ് ഞാൻ ഹിപ്പ് ഹോപ്പ് തമിഴ് തന്നെ കൊളാബറേറ്റ് ചെയ്ത വേറൊരു പാട്ടുണ്ടായിരുന്നു. അതിന്റെ പേരെന്തുവായിരുന്നു? വെയിറ്റ് അങ്ങനെ കണ്ടൊരു പാട്ടുണ്ട്. അപ്പൊ അതിനകത്ത് സംഘ മ്യൂസിക്, അങ്ങനെ സംഘൻ മ്യൂസിക് എന്ന അദ്ദേഹം എന്നോട് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട്. അത്രേ ഉള്ളൂ, അല്ല വേറെ ആരും അങ്ങനെ വന്ന് ചാറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, EMI ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ചെയ്യാം എന്നൊക്കെ. ശരിക്കും അത് അങ്ങനെ ഒരു പ്ലാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കംപ്ലീറ്റ്ലി എല്ലാ അങ്ങനത്തെ ടാങ്കിൾമെന്റ്സ് ഉണ്ടല്ലോ, അതായത് EMI അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒഴിഞ്ഞ് ഇതൊരു കരിയറായിട്ട് ഫോക്കസ് ചെയ്യണം, അങ്ങനെ വെച്ചിട്ട് തന്നെ പ്ലാനോട് കൂടിയിട്ട് തന്നെ ഇറങ്ങി. അതെ, പ്ലാനോട് കൂടി തന്നെ ഇറങ്ങി. കാരണം EMI ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, കാരണം ഒരു സ്ഥിര വരുമാനം ഇല്ലാതെ തന്നെ, ഇപ്പൊ അഥവാ ഉണ്ടെങ്കിൽ തന്നെയും നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. കാരണം എല്ലാ മാസവും EMI നമുക്ക് അടയ്ക്കണം. അപ്പൊ അത് തന്നെ, പിന്നെ അതിനുവേണ്ടി തന്നെ കുറെ തല പോകേണ്ടി വരും. ഇതാകുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് നാളൊന്ന് ഒരു സാധനം നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് വേണ്ടി കുറച്ച് നാളൊന്ന് കഷ്ടപ്പെട്ടിട്ട് കൂട്ടി വെച്ചിട്ട് പൈസ സെറ്റായി കഴിഞ്ഞ് മേടിച്ചാലും നമുക്ക് അത്രയും പ്രഷർ വരത്തില്ല. അപ്പൊ ആ ഒരു മൈൻഡില്, പിന്നെ കൊച്ചിലെ തൊട്ട് നമ്മൾ വീട്ടുകാരെയൊക്കെ കാണുന്നതല്ലേ, അച്ഛനെ മെയിനായിട്ട് എൻ്റെ അച്ഛൻ, അവരൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ അവർ ഈ കടം മേടിക്കാൻ വരുന്ന ആളിൽ നിന്ന് ഒളിച്ചോടുന്ന കാണുമ്പം തന്നെ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ EMI ഈ കടം മേടിക്കുന്നതിനോടൊക്കെ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അതിൽ നിന്ന് അവോയ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഐപാഡ് മേടിക്കാൻ വേണ്ടിയിട്ട് എത്ര മാസം പണിയെടുക്കേണ്ടി വന്നു? ഒരു 7-7.5 മാസം. അന്ന് എനിക്ക് 400 രൂപയായിരുന്നു. അതും പണിയുടെ കറക്റ്റ് പൈസ എല്ലാവരും തന്നുകൊണ്ടിരുന്നത്. 400 രൂപയാണ് തന്നുകൊണ്ടിരുന്നത്. നല്ല പണിയുണ്ട്. രാവിലെ 9 മണിക്ക് കയറിയിട്ട് വീട്ടിലൊരു 8-8:30 ആകുമ്പോഴാണ് വന്നുകൊണ്ടിരുന്നത്. മിക്കപ്പോഴും നല്ല കട്ടിപ്പണിയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വീട്ടിൽ വരുമ്പോൾ മിക്കപ്പോഴും തലവേദനയൊക്കെ ആയിരുന്നു. അത് വെച്ചാണ് ഞാനത് എടുത്തത്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിക്കാരനും അത്ര സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പുള്ളി ഫുള്ള് തെറിവിളിയും കാര്യങ്ങളൊക്കെയാണ്, വെറുതെ തമാശ. പക്ഷെ എനിക്കങ്ങനെ ഈ തെറി വിളിക്കുന്നതിനോടോ അങ്ങനെ തെറി ഇങ്ങനെ അതൊരു ഇതായിട്ട് കൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്ക് എന്തോ പോലെയാണ്, ഒരു വല്ലാത്തൊരു കംഫർട്ട് കിട്ടത്തില്ല. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ആയി, എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഞാനത് ഇതാണൊക്കെ പറഞ്ഞു, ഞാൻ പുള്ളിയോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പണി ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് വേറെ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാൻ പോകുമെന്ന് പുള്ളിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പുള്ളി പറഞ്ഞു ഓക്കെടാ എന്തായിരുന്നു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പുള്ളി വിട്ടത്. അങ്ങനെയാണ് ഈ ഐപാഡ് എടുത്തത്. അപ്പം ഇപ്പം ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ബാക്കിയുള്ള ചെലവുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഇല്ലാതെ വളരെ പിശുക്കിയാണോ അപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത്? അല്ല, എനിക്ക് പിന്നെ ഈ വെള്ളമടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് അതിന്
കൂടുതലും അതിനായിരിക്കുമല്ലോ പൈസ ചെലവേണ്ടി വരുന്നത്. പിന്നെ വണ്ടിയും ഇല്ല, ആ വെളിയിൽ പോയാലല്ലേ നമുക്ക് വണ്ടിയുടെ ആവശ്യമുള്ളൂ. വണ്ടി ഉണ്ടല്ലേ പെട്രോൾ അടിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് അതും ഇല്ല. അതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് പിന്നെ വലിയ ചിലവൊന്നും വേണ്ടി വന്നില്ല. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള അതിപ്പോൾ അമ്മ നോക്കിക്കോളാന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പം അത് മാത്രമേ ചിലവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ പിന്നെ ഡ്രസ്സൊക്കെ പിന്നെ പഴയത് ഇതൊക്കെ തന്നെ, ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകുന്നു. അതൊക്കെ ഈ അപ്പം ശരിക്കും റാപ്പ് എന്നുള്ളത് ഒരു കരിയറായിട്ട് തന്നെ എടുക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പം മലയാളത്തിൽ തന്നെ അങ്ങനെ കുറേ റാപ്പേഴ്സ് ഉണ്ട്. നമുക്ക് വേടൻ ഉണ്ട്, നമുക്ക് ഡാപ്സി ഉണ്ട്, ഇംബീച്ച്, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. ഇപ്പം മലയാളത്തിലെ റാപ്പേഴ്സിനെ ശ്രദ്ധിക്കാറുണ്ടോ? മലയാളത്തിലെ റാപ്സിനെ പറ്റി എന്താ അഭിപ്രായം? മലയാള റാപ്പേഴ്സിനെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്കും ഇഷ്ടമാണ്, അത്യാവശ്യം എല്ലാ റാപ്പുകളൊക്കെ ഇഷ്ടമാണ്. കൂടുതലും എന്തുവാ നമ്മുടെ വേടൻ്റെ, പിന്നെ ഫെജോ. എനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല, പക്ഷെ എനിക്ക് അറിയാം എല്ലാവരും പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ അധികം അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പാട്ട് അധികം കേൾക്കുന്നതല്ല. ഇപ്പൊ ഈ റീൽസിലൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് ഇരുന്ന് നോക്കി അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലേ. കേൾക്കാൻ നേരത്തെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഈ പാട്ട് കേൾക്കാൻ സത്യം പറഞ്ഞ സമയമില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത് പഠിച്ചോണ്ടിരിക്കും. ഒന്നാമത്തെ കാര്യം ഈ കണ്ടന്റിന്റെ ഇത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം. അപ്പൊ അതിന്റെ ഒരു ഓട്ടത്തിലും കൂടെ ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ പിന്നെ ഒട്ടും സമയമില്ല. എങ്ങനെയെങ്കിലും ഒരു അടുത്തൊരു ഡിവൈസ് എടുക്കണം എനിക്ക്, അല്ലെങ്കിൽ അപ്പൊ ഇപ്പൊ ഫോളോവേഴ്സ് ഒക്കെ ചെറുതായിട്ട് ഡെഡ് ആയിക്കൊണ്ടിരിക്കുക. അതെനിക്ക് ഫീൽ ആവുന്നുണ്ട്, അക്കൗണ്ടിൽ ഫീൽ ആവുന്നുണ്ട്. എത്ര നാൾ കൂടുമ്പോഴാ ഒരു കണ്ടന്റ് ഇടുക? ഒരാഴ്ചയിൽ ഒരു കണ്ടന്റോ? ഒരാഴ്ചയിൽ 2 കണ്ടന്റ് ആയിരുന്നു. പിന്നെ എന്തുവാ, പിന്നെ ഇത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ പോകേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെ അമ്മയുടെ വീട്ടിലും അങ്ങനെയുള്ള കുറച്ച് ഫംഗ്ഷനൊക്കെ ഇപ്പൊ ഈയിടെയായിട്ട് ഇത്തിരി കൂടുതലാണ്. എന്ത് പറ്റി അപ്പൊ അതിനൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് പിന്നെ കണ്ടന്റ് ഒരാഴ്ചയിൽ ഒന്ന് അങ്ങനെയൊക്കെ ഇടാനേ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഈ ഡിവൈസിന്റെ മറ്റേ ഡിവൈസ് തന്നെ ഈ അധികം ഓവർലോഡ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് മാക്സിമം എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കളഞ്ഞിട്ട്, അതായത് പഴയ വീഡിയോസും മറ്റേ പബ്ജിയുടെ വീഡിയോസും എല്ലാം കളഞ്ഞ് അതൊക്കെ കുറച്ച് റീഫ്രഷ് ചെയ്യാൻ സെറ്റ് ആയി കഴിഞ്ഞ് ഡിവൈസ് ഒരു സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഞാൻ എടുക്കത്തുള്ളായിരുന്നു. ആ സംഘന്റെ റാപ്പ് ഒന്ന് പാടാൻ പറ്റുമോ? ഹിപ്പ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് സംഘന്റെ ഒരു റാപ്പ് ഉണ്ട്, അതൊന്ന് പാടാൻ പറ്റുമോ? ശ്രമിക്കാൻ. அதிரது வெடிக்குது, ஸ்பீக்கர் தெரிக்குது, சூரியனை பார்த்து மக்கள் வாய் தானே புழக்குது, சிரிக்கிற கிழக்கிற முகம் ஒன்று பேசுது, 10 நாளாக கழுவாத புறம் வந்து பேசுது, எதுக்குன்னு வளருது, கண்டபடி தெரிக்குது, திரும்புதான் இந்த முகப்பட்டு தடுக்குது, மூஞ்சி மேலே சிரிக்குது, திரும்ப முழக்குது, கஷ்டப்பட்டு முன்னேறின கலவர துடிக்குது, வயரில் எரியுது தெரியுது, கண்ணத்தில் கொலை வருது, ஆண்டவம் ஆடுது, குண்டு சட்டிக்கோவும் இந்த மூஞ்சில நரம்பு புடைக்கும், வேறு ஏறுது என்னை இப்போ கெடுத்தாலும் சிரித்திர மொக்க பையன் கூட சேர்ந்து திட்டம் ஒன்று போடுது, குழம்புது வானத்தை தொட்டப்படி தெரியாமல் முடிக்குது. ഈ ആരെങ്കിലും പാട്ട് കേട്ടിട്ട് നിനക്ക് റാപ്പർ ആവാം, ഒറിജിനൽ ആയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ട് റാപ്പ് ചെയ്തൂടെ, അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ടോ? അങ്ങനെ ചോദിച്ചവരുണ്ട്. അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. എഴുതുന്നതിലും ദേഷ്യം വേറെ ഒന്നുമില്ല എനിക്ക്. അല്ല, എന്നാലും എത്ര ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുക, എത്ര ആളുകൾ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊരു കരിയർ ആക്കാന്നൊരു തോട്ടൊന്നും വരുന്നില്ല. അല്ല, അതൊരു കരിയർ ആക്കണം അങ്ങനെ ഒരു ഈ ഇതിൽ ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പൊ എന്റർടൈൻമെന്റ് ചെയ്യണം അങ്ങനെയുള്ള രീതിയിലാണ് ഞാനിത് തുടങ്ങിയത്. പക്ഷെ എനിക്ക് റാപ്പ് അത് എന്നെ കൊണ്ട് പറ്റിയ പരിപാടി അല്ലെന്നാണ് എൻ്റെ മൈൻഡിൽ തോന്നുന്നത്. കാരണം റാപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്ത് പിന്നെ ഭാവിയിൽ ആയിക്കൂടാ ഇല്ല എന്നില്ലല്ലോ. പിന്നെ ഇത് തന്നെ നമുക്ക് പറ്റുമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ശ്രമിക്കാം. സിനിമാ ആഗ്രഹങ്ങളുണ്ടോ? സിനിമയിൽ അഭിനയിക്കണം പണ്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലേ? ഇപ്പം ഇല്ല എന്നല്ല, ഇപ്പം എനിക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ക്യാമറയുടെ ഫ്രണ്ടിലിരിക്കുന്ന അങ്ങനത്തെ മൈൻഡൊക്കെ ആയിപ്പോയി. ഇപ്പോൾ അത് ചെയ്യാനാണ് ഇപ്പം മറ്റുള്ള അങ്ങനത്തെ ഒരു ഇത് നിൽക്കുകയാണ്. പണ്ട് ആഗ്രഹമുണ്ട്, പണ്ട് ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്യുമായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് ഒരു നമ്മുടെ ടൈഗർ ഷ്രോഫിൻ്റെ കൂടെ ഡാൻസ് കളിച്ചതിൻ്റെ ഒരു വീഡിയോ പണ്ട് അത് അത്യാവശ്യം ഒരു ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ട് അതിനകത്ത് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, അതൊരു വീഡിയോ ഇട്ടിട്ട് കളിച്ചിട്ട് അത് അത്യാവശ്യം ഫേസ്ബുക്ക് പേജിലല്ല ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ ഗ്രൂപ്പ് അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അത് അത്യാവശ്യം വൈറലായിട്ട് ഇതേ കണക്ക് തന്നെ അതിനകത്ത് ആരോ ഉണ്ടായിരുന്നു, എന്നെ മറ്റേ കോമഡി ഉത്സവത്തിൽ ഓഡീഷൻ അങ്ങനെ വിളിച്ചായിരുന്നു. അപ്പൊ പിന്നെ ആ സമയത്ത് അവിടെ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അത് അത്യാവശ്യം സിങ്കായി ആ സമയത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ പാടിപ്പാടി കയ്യിന്ന് പോയെന്ന് തോന്നിയ റാപ്പുണ്ടോ? ഇതുവരെ ഇല്ല. ഏറ്റവും എളുപ്പത്തിൽ പാടിയ റാപ്പ് അല്ല, എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതേ ഞാൻ എടുക്കത്തുള്ളൂ.
ഓ അല്ലാതെ പറ്റത്തില്ല എന്ന് ഞാൻ തൊടാറില്ല, ഇതുവരെ തൊട്ടിട്ടില്ല. ഈ പറ്റത്തില്ല എന്ന് ഇത് തൊട്ടാ നമുക്ക് പറ്റില്ല എന്ന് തോന്നിയ റാപ്പുകളൊക്കെ ഉണ്ടോ? ഉണ്ട്, ഗോഡ്സില തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ശ്രമിക്കും, അത് വിടത്തില്ല. അത് ഇങ്ങനെ തൊടാതെ വെച്ചേക്കുവാണ്. ഈ ഗോഡ്സിലയുടെ റാപ്പുമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ വരും? ഉറപ്പായിട്ടും വരും, ഉറപ്പായിട്ടും വരും. അത് സത്യം പറഞ്ഞാൽ അത് എനിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല ഇപ്പോഴും. അതിൻ്റെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അത് മൊത്തത്തിൽ നോക്കിയിട്ട് എനിക്കത് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പിന്നെ അതെനിക്ക് ഒട്ടും പറ്റത്തില്ല, ഞാൻ പറഞ്ഞില്ലേ. ഡിവൈസ് ശരിയല്ല. അതെ. ഹിന്ദി റാപ്പ് എപ്പോഴാ വന്നത്? ഹിന്ദി റാപ്പ് ആരോ ഒരാൾ കമന്റ് ഇട്ടു, ഇതേപോലെ ഒരു ഹിന്ദി റാപ്പ് ഉണ്ട്, ഇത് പാടിക്കഴിഞ്ഞാൽ ബ്രോയുടെ ഓറ കൂടും എന്നൊക്കെ പറഞ്ഞാൽ ആരോ കമന്റ് ഇട്ടു. ഞാൻ പറഞ്ഞു അതെന്ത് സാധനമെന്ന് പറഞ്ഞ് ഞാൻ പോയി നോക്കി. ഇനി എങ്ങനെ ഒരു ഓറ കൂടുന്ന കൂടട്ടെ എന്ന് വിചാരിച്ച് ഞാനും പിന്നെ ഒന്നാ ശരി ഓക്കെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. ഹിന്ദി പിന്നെ നമുക്ക് കേട്ട് പരിചയമുള്ള ലാംഗ്വേജ് ആണല്ലോ. പക്ഷെ കേട്ടപ്പോൾ കിളി പോയി, ഒരുമാതിരി എന്ന് പറഞ്ഞു പാടും. എല്ലാ പാട്ടും ആദ്യം കേൾക്കുമ്പോൾ എൻ്റെ കിളി പോകാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോയിൽ ഇട്ട് എഴുതി പഠിക്കോ? കേട്ട് പഠിക്കില്ല. എഴുതാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പണ്ട് ഞാൻ റെക്കോർഡ് വരെ ഞാൻ കൂട്ടാനും കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. എന്നെ അതുകൊണ്ടും പറ്റത്തൊന്നുമില്ല. അപ്പം ഞാനിത് എനിക്ക് ഇട്ടിട്ട് മാക്സിമം എന്നെ കൊണ്ട് എങ്ങനെയാണ് ഒരു പണി എളുപ്പം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഞാൻ നോക്കത്തുള്ളൂ. സ്മാർട്ട് വർക്ക്. അതല്ലേ നല്ലത്, കഷ്ടപ്പെട്ടിട്ട്. അപ്പം ഞാൻ ഇതേ കണക്ക് നോക്കി കഴിഞ്ഞ് അതും ഭയങ്കര പാടായിരുന്നു. ഈ വീഡിയോയിൽ ഇട്ടിട്ടൊന്നും പണി നടക്കുന്നില്ലായിരുന്നു. പിന്നെ അത് ഒരേ സാധാരണ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ സമയം അത് എടുക്കേണ്ടി വന്നു. അതൊന്ന് എൻ്റെ ലിറിക്സ് ഒന്ന് മൈൻഡിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കൂടെ പിടിക്കേണ്ടത്, സ്പീഡ് കൊണ്ടുവരാൻ. അപ്പം അത് പുള്ളിക്കാരൻ നല്ല സ്പീഡിലായിരുന്നു അത് പാടിക്കൊണ്ടിരുന്നത്. പുള്ളി പാടാൻ നേരത്തെ കേൾക്കുന്നത് നമുക്ക് വേറെ രീതിയിലാണ് കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ഇത്തിരി പാടുണ്ടായിരുന്നു. പക്ഷെ പാടിയായിരുന്നു. ഇപ്പം പാടാൻ പറ്റുമോ ഹിന്ദി റാപ്പ്? जली जली तेरी मेरी तो जली तो फिर जड़ी बूटी लगाता तू दंडी करा ले, कड़े कड़े तो जुबाता तू मेरे गले में कितनी ताकि चुकी तेरी गर्मी उतारे, फटी फटी तेरी तब चबली के मैंने तेरे बारे में ये सब सच्ची जो बातें नहीं भूलूंगा। पर आता जो बिना गाना गाता बिना सोते लेके मेरे गाने जो भी तेरे साथ सच्चे बातें नहीं बातें बड़ी बातें पर गाने मैंने लगे सच्चे गाने कम करके दिखाते तुम करके दिखा मेरे बातों में जो तेरी बातों मैंने बातों में बताता तो तेरे पास बातें करने कोने बातें तुम्हें साथ में रखा से अतजा से मिलते 50 की तू नी का से बंदा 50 के निकलना या से. അപ്പം എന്തായാലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നറിയാം. നമ്മളോട് പറയാൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ പറ്റാത്ത ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടെന്നൊക്കെ അറിയാം. എല്ലാ സ്വപ്നങ്ങളും സാധ്യമാവട്ടെ. ഈ പഠിച്ചിരിക്കും പഠിച്ചു പാടിയിരിക്കും എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന പോസിറ്റിവിറ്റി ചെറുതല്ല. ഡെഫിനറ്റ്ലി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. എന്തായാലും ഇവാ സ്റ്റാക്കിൻ്റെ ഇനിയുള്ള എല്ലാ ഫ്യൂച്ചർ എൻഡേഴ്സിനും നമ്മളുടെ ആശംസകൾ. താങ്ക് യു.